വെൽക്കം ബാക്ക് ടു നോട്ടിഫൈങ് മീഡിയ. നമ്മുടെ കിഷ്കിന്താഘട്ടം ടീം രണ്ടാമതായി കൂടിച്ചേർന്ന സിനിമയാണ് എക്കോ. സിനിമയുടെ റിവ്യൂയിലേക്ക് ഇറക്കാം. നമ്മുടെ സന്ദീപ്, വിനീത്, നരയൻ, അതേപോലെ വിനോദ് പപ്പു ഇവരൊക്കെ അതിൽ അഭിനയിച്ചിട്ടുള്ളത്. സന്ദീപാണ് ഇതിലെ ഒരു മെയിൻ നായക കഥാപാത്രം കൈകാര്യം ചെയ്യുന്നത്. സിനിമ നമ്മൾ കിഷ്കിന്താഘട്ടം ബന്ധപ്പോൾ നമുക്കുണ്ടായിരുന്നൊരു ഫീൽ ഉണ്ടായിരുന്നല്ലോ, ഒരു ഫ്രഷ്നെസ്. ആ ഒരു ഫ്രഷ്നെസ് ഈ പടത്തിലുണ്ട്. ഭയങ്കര ഒരു ഫ്രഷ് സാധനം. അത് സ്ക്രീൻ പ്ലേയിലാണെങ്കിലും ഡയറക്ഷനിലാണെങ്കിലും ക്യാമറ ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ഓരോ ക്യാരക്ടേഴ്സിനെ നമ്മൾ നരേറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും ഒരു ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഓരോ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അവരെ പ്രേക്ഷകരെ മനസ്സിലാവുന്നതും ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നമ്മൾ കിഷ്കിന്താഘട്ടത്തിൽ അതായിരുന്നു ആ സിനിമ, ആ പ്രോസസ്സായിരുന്നു ആ സിനിമ. ഒരാളെ മനസ്സിലാക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ അതുപോലെ തന്നെ ഏകദേശം അതുപോലെ അതിനേക്കാൾ മികച്ച സ്ക്രീൻ പ്ലേ കിടിലും. എനിക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. അത് എന്തുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര ഫ്രഷ് ഫീൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെയൊക്കെ നമ്മളിപ്പോൾ ഒരു ഹൈ റേഞ്ച് ഏരിയാസിലെ കഥകൾ നമ്മളൊരു ഇല പൂജ, അതേപോലെ അങ്ങനത്തെ ചെറിയ ചെറിയ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഹൈ റേഞ്ച് ഏരിയാസിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ. ഇതും അതുപോലത്തെ ഒരു ഏരിയയിൽ നിന്നും ഷൂട്ട് ചെയ്ത സംഭവങ്ങളാണ്. ഇതിന് ഉറപ്പായിട്ട് ഭയങ്കര റിസ്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ സംഭവങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അവരെത്രത്തോളം അതിന് ബാക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനൊരു സാധനം ഉണ്ടാക്കിയെടുക്കാനും. അതുപോലെ ഇതിൽ വലിയൊരു എലമെന്റാണ് ഡോഗ്സ്, പട്ടികൾ. അത് അവരുടെ ഇമോഷൻസും അതേപോലെ അവരുടെ ഒരു ശക്തി എന്താണെന്ന് നമുക്ക് ഈ സിനിമ കണ്ടിരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചു, ഈ ഒരു അവസ്ഥയിൽ നമ്മളായിരുന്നു പോയി പെട്ടിരുന്നെന്നുണ്ടെങ്കിൽ എന്തോ അവിടുത്തെ അവസ്ഥ എന്താവും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. അത്രയും ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, അത് ആ സിനിമ പോയി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഡോഗ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമയിൽ. അതുപോലെ തന്നെ സന്ദീപാണെങ്കിലും സന്ദീപിന്റെ കഴിഞ്ഞ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഫസ്റ്റ് ഹാഫ് വരെ ഒരു കഥാപാത്രം, സെക്കൻഡ് ഹാഫ് വേറെ കഥാപാത്രമായിട്ടുള്ള ഭയങ്കര ചേഞ്ചസും പരിപാടികളും കാണാൻ പറ്റും. അതുപോലെ തന്നെ ആക്ടിങ്ങിൽ ഈ പടത്തിലും സന്ദീപ് അതുപോലത്തെ ഒരു പരിപാടി സന്ദീപിന് കിട്ടിയിട്ടുണ്ട്. അതും സന്ദീപ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിനീതേട്ടൻ്റെ പരിപാടിയാണെങ്കിലും മൂപ്പരിലൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങുന്ന കുറച്ച് സിനിമകളിൽ മൂപ്പരിക്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രമായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ പടത്തിൽ ഉണ്ടായിരുന്നു നോക്കട്ടെ കഥാപാത്രം. ഇതിൽ അഭിനയിച്ച വിനീത് പപ്പു ആണെങ്കിലും അതേപോലെ ഇതിൽ കൂടുതൽ പട്ടികളാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയിൽ പട്ടികളുടെ ആക്ടിങ് നമുക്കൊരു മനുഷ്യനെ അഭിനയിപ്പിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷേ ഒരു ഡോഗിനെ അത്രയും ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് അത് ഷൂട്ട് ചെയ്യാൻ അവർ ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇവരെ എങ്ങനെയായിരിക്കും ഈ ആംഗിളൊക്കെ വെച്ചിട്ട് എവിടെ കൊണ്ടുപോയാണ് ആംഗിൾ വെച്ചത്. അങ്ങനത്തെ കിടിലം എന്താ പറയാ, മസ്റ്റ് തിയേറ്ററിക്കൽ സിനിമയാണ്. ഒരു ഹിസ്റ്ററി ത്രില്ലറാണ് ജോണർ. നമ്മൾ പ്രതീക്ഷിക്കുന്നതുമായിരിക്കില്ല. നമ്മൾ ത്രില്ലടിപ്പിച്ചിരുത്തും. നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കും സിനിമ. നമ്മൾ തന്നെ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും കഥ, അങ്ങനെ ആയിരിക്കും കഥ. പക്ഷെ അങ്ങനെ ഒന്നുമല്ലാതെ ഉള്ള ഒരു ക്ലൈമാക്സും പരിപാടിയൊക്കെ ആയിരുന്നു സിനിമേൻ്റെ. അതേപോലെ സ്ക്രീൻ പ്ലേ കിട്ടിലും സ്ക്രീൻ പ്ലേ, അതേപോലെ ഡയറക്ഷൻ ആണെങ്കിലും ഒന്നും പറയാനില്ല. ഒരു കിഷ്കിന്താഘട്ടം ടീമിന്റെ രണ്ടാമത്തെ സിനിമ എന്ന് പറയാൻ തന്നെ നമുക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്നൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത പടമാണ്. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര മിഡിലായിരിക്കും. എനിക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങളും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ അടുത്ത സിനിമയുടെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. ബൈ.